തൃണമൂൽ കോൺഗ്രസ് വിട്ട് അൻവർ കോൺഗ്രസിൽ ചേക്കേറില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം EA സുഗു. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കമ്മിറ്റിയും ഭാരവാഹികളെയും എല്ലാം രൂപീകരിച്ചു കഴിഞ്ഞതാണ്. TMCയെ UDFന്റെ ഘടകകക്ഷിയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും സുഗു പറഞ്ഞു. PV അൻവർ തൃണമൂൽ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിൽ ചേക്കേറുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് TMCയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം EA സുഗുവാണ്. ആദ്യം അൻവറിനൊപ്പം നിന്ന വ്യക്തി കൂടിയാണ്. ഇപ്പോൾ അൻവർ TMCയിലെത്തിയപ്പോഴും അതിലും നിർണായക പദവിയിൽ അംഗീകരിക്കുന്നു. അൻവർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് TMC വിട്ടു പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. എങ്ങനെയാണ്? അത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാർത്തയാണ്. കാരണം ഞങ്ങൾ കേരളത്തിലൊട്ടാകെ TMCയുടെ ഘടകങ്ങൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുക. 14 ജില്ലകളിലും അതോടൊപ്പം തന്നെ അസംബ്ലി മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും വാർഡുകളിലുമൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാദേശിക ഘടകങ്ങൾ രൂപീകരിച്ചു പോരുകയാണ്. ശ്രീ അൻവർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള പല ഘടകങ്ങളും സമ്മേളനങ്ങളും ഓഫീസ് ഉദ്ഘാടനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാർത്തയാവാൻ ഇത് സാധ്യതയുള്ളൂ. അതിൽ അത്തരത്തിൽ എന്തെങ്കിലും ചർച്ചകളോ TMCക്കുള്ളിൽ നടന്നിട്ടുണ്ടോ? അൻവറിനെ മാത്രം കോൺഗ്രസ് സ്വീകരിക്കാമെന്നുള്ളൊരു അഭിപ്രായം വന്നപ്പോൾ? അല്ല, അത് തീർത്തും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു വാർത്തയ്ക്ക് സ്കോപ്പ് തന്നെയില്ല. കാരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റിനോടൊപ്പം നടന്ന ചർച്ചയ്ക്ക് ശേഷം അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് മുന്നണി എന്നുള്ള നിലയിൽ ഘടകകക്ഷിയാക്കുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള അവരുടെ ചില കമ്മിറ്റികൾ ചേരേണ്ടൊക്കെ പ്രായോഗിക തടസ്സം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ഘടകകക്ഷി നേതാക്കളെ കാണാൻ വേണ്ടി അൻവർ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള നിലയിൽ UDFിലേക്ക് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ പ്രവേശനത്തിൻ്റെ സാധ്യതയാണ് പരിശോധിച്ചത്. അല്ലാതെ കോൺഗ്രസിലേക്ക് പോവുക എന്നുള്ള രൂപത്തിലുള്ള ഒരു ചർച്ച എവിടെയും നടന്നിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF ഘടകകക്ഷിയാക്കുന്ന ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊട്ടാകെ TMCയുടെ ശക്തി കൂടി UDFന് അനുകൂലമാക്കി മാറ്റിയാൽ അത് വലിയ തോതിൽ അവർക്കൊരു വളർച്ചയ്ക്ക് സഹായമാകും എന്നുള്ളത് അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് UDFിലെ ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസ് മാറും എന്നുള്ള നിലയിൽ തന്നെ വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അൻവർ TMC വിട്ട് കോൺഗ്രസ് പോകില്ല തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്? അത് തീർച്ചയായിട്ടും പോകില്ല. കാരണം അൻവർ മുൻകൈ എടുത്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങൾ കേരളത്തിൽ ഇന്നലെ വരെ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് പെട്ടെന്നൊരു രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയില്ലല്ലോ. ഒരു തരത്തിൽ അൻവർ ഇക്കാര്യങ്ങൾ ചർച്ചയും ചെയ്തിട്ടില്ല? ഇല്ലല്ല, ഇത് TMCയുടെ ഏതെങ്കിലും ഉന്നതതല കമ്മിറ്റികളിലോ ഒന്നും ഇത്തരത്തിലുള്ള ഒരു വിഷയം ചർച്ചയേ ആയിട്ടില്ല. ഇത് എവിടുന്നോ ഒരു വാർത്ത ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാവാൻ സാധ്യതയുള്ളൂ. ഒന്നിച്ച് TMC UDFന്റെ ഭാഗമാവുന്ന പ്രതീക്ഷ അല്ലേ? അതെ, അത് പിന്നെ TMC തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ UDFന്റെ ഭാഗമാവും, അതിലൊരു ഘടകകക്ഷിയാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിലപാട്. അൻവർ ഒറ്റയ്ക്ക് കോൺഗ്രസിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല. TMC UDFന്റെ ഭാഗമാകും എന്ന പ്രതീക്ഷ തന്നെയാണ് EA സുഗു മുന്നോട്ട് വയ്ക്കുന്നത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.